ഹലോ. അപ്പോൾ നമ്മളിത് പെട്ടിയും തൂക്കി എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, നമ്മൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇക്കാൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ നമ്മൾ ഡിസംബർ വെക്കേഷൻ ആവുന്ന സമയത്ത് സിസ്റ്റേഴ്സും എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് 2-3 ദിവസം സ്പെൻഡ് ചെയ്യും. അത് നമ്മൾ ഡിസംബർ വെക്കേഷനിലാണ് 25-26 ആ ഒരു ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ പോകാറുള്ളത് കേട്ടോ. അപ്പോൾ അതാ കണ്ണൂരാണ് സ്ഥലം. എനിക്ക് അവിടെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ വീട്ടിൽ പോകുന്ന പോലെ തന്നെയാണ്, എനിക്ക് എൻ്റെ വീട്ടിൽ പോകുന്ന പോലെയൊക്കെ ഒരു ഫീലാണ് താത്തമാരൊക്കെ വീട്ടിൽ പോകുമ്പോൾ. കാരണം നമുക്ക് അത്രയും ഫ്രീഡാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നമുക്ക് എങ്ങനെ വേണമെങ്കിലും കുക്ക് ചെയ്യാം. പിന്നെ അവരും ഒത്തിരി സ്നേഹമുള്ള ആളുകളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ പോകാൻ പേഴ്സണലി ഭയങ്കര താല്പര്യമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, അവിടെ ഒത്തുകൂടുക അല്ലെങ്കിൽ ഏതെങ്കിലും താത്തമാരെ വീട്ടിൽ പോകുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നമ്മൾ ട്രെയിനിലാണ് പോയത്, കണ്ണൂരാണ് സ്ഥലം. അപ്പോൾ ഏകദേശം ഒരു രാത്രി സമയത്ത് നമ്മൾ പോയത്, 1 മണി 1:30 ആകുമ്പോഴാണ് അവിടെ എത്തിയത്. നെക്സ്റ്റ് ഡേ നമ്മൾ പോയ സമയത്ത് അവർ ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ 5 മണിക്കൂറുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ രാത്രി എത്തി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നതാണ്. പിന്നെ രാവിലെ എണീറ്റ് ഫ്രഷായി ഞാൻ എന്താ കിച്ചണിലോട്ട് ചെല്ലാണ് കേട്ടോ. ഇവിടെ വന്നാൽ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുക കഴിക്കുക ഇത് തന്നെയാണ് ഇവിടുത്തെ പരിപാടി. എന്നുവെച്ചാൽ വെറൈറ്റി ഐറ്റംസ്, കല്ലുമ്മക്കായ, അതുപോലെ ചെമ്മീൻ, ഇതൊക്കെ അവിടെ ഒത്തിരി കിട്ടുകയും ചെയ്യും. എന്നാൽ ഫ്രഷായിട്ട് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും. ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഒരു മടിയില്ലാത്ത ആളുകളാണ് കേട്ടോ അവിടെ, പ്രത്യേകിച്ച് താത്ത. അപ്പോൾ ഞാനവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കിച്ചൺ ഞാൻ കയ്യേറും. അത് പിന്നെ നമ്മൾ എവിടെ പോയാലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇതാ രാത്രി അവരുണ്ടാക്കിയ ബീഫ് കറി, നല്ല അടിപൊളി ബീഫ് കറിയും പത്തിരി ഞാനാണ് ചുട്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്ത് അവർ പത്തിരി ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചൂടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം പത്തിരിയൊക്കെ ചുട്ടെടുത്തു. അപ്പോൾ എല്ലാവരും കൂടി അടുക്കളയിൽ നിന്ന് സംസാരിച്ച് നല്ല രസമാണ് കേട്ടോ. ഒരു പ്രത്യേക വൈബാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ വേഗം പത്തിരി ബീഫ് കറിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് ഉച്ചക്കലേക്കുള്ള ഫുഡ് എൻ്റെ വകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താത്ത ഇങ്ങോട്ട് പറയുകയും ചെയ്യും കേട്ടോ, ഈ വെക്കുമോ എന്ന് താത്ത ചോദിക്കും. എല്ലാം സെറ്റാക്കി തരും. അപ്പോൾ ഇതാ നല്ല ചെമ്മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനത് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോഴത്തേക്ക് ഇതവിടെ ഇതിനെന്താ പറയുക, ആവോലി കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് താത്ത അതും വേഗം ഒന്ന് ക്ലീൻ ചെയ്ത് തരാണ് കേട്ടോ. ഒക്കെ ക്ലീൻ ചെയ്തത് തന്നെയാണ്, എന്നാലും ഒന്ന് വാഷ് ചെയ്തെടുക്കുക വേണ്ടു. അപ്പോൾ ചിലതൊക്കെ കുറച്ച് എളുപ്പമുണ്ട്. അപ്പോൾ എൻ്റെ പിഷ്കത്തരം കൊണ്ട് ഞാൻ കട്ട് ചെയ്തോ എന്ന് പറഞ്ഞതാണ് താത്താട്. എന്നിട്ടത് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഫ്രൈ ചെയ്യാമെന്ന്. അവിടുത്തെ അളിയന് മീനിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വെറൈറ്റി മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ ഞാൻ ചെമ്മീൻ നോക്കുന്നുണ്ട്. ഇതാ മീൻ മാരിനേറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ നല്ല വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റൊക്കെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ വെച്ചാൽ കുട്ടി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും പൊരിച്ചു കഴിഞ്ഞാൽ. ഞാൻ പൊതുവേ ഈ ആവോലിയൊന്നും കഴിക്കാത്തതാണ് കേട്ടോ, പക്ഷേ ഇത് ഫ്രൈ ചെയ്ത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നേ, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ താത്തത്തെ ക്യാബേജൊക്കെ വേഗം അരിഞ്ഞു തന്നു. അപ്പോൾ ഞാൻ അതും കൂടി കൂട്ടിയിട്ട് അത് വേഗം ഒന്ന് ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ എൻ്റെ പരിപാടികളൊക്കെ വേഗം തീരും. ഒരു പരിപാടി ഇങ്ങനെ പിന്നിൽ ചെയ്യുന്നതുകൊണ്ട് എല്ലാം വേഗം അങ്ങ് സെറ്റാവും. അപ്പോൾ ഞങ്ങൾ അവിടെ അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അപ്പോഴത്തേക്ക് ഞാൻ മസാല ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു, ചെമ്മീൻ റോസ്റ്റ് സൂപ്പറായിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ താത്ത അവിടെ മീൻകറി വെക്കാനുള്ള നാളികേരൊക്കെ എന്താ പറയുക, ചിരകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, അരിഞ്ഞുകൊണ്ടിരിക്കുകയല്ല, നാളികേരം ചിരകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ റോസ്റ്റ് സെറ്റ് ചെയ്തു. എങ്ങനെയുണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ സാധനം സൂപ്പറാണെന്നുള്ളത്? പിന്നല്ല, നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് പേരും കൂടി വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ബാക്കിയുള്ള താത്തമാരും കൂടി വരാനുണ്ട്. അവരും കൂടി വന്നാലായിരുന്നു ഭയങ്കര സൂപ്പർ വൈബാണ്. പക്ഷെ അന്നേ ദിവസം എനിക്ക് വല്ലാണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ഡേ ഞങ്ങൾ വരുന്ന തിരക്കും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ബിരിയാണി വെക്കുന്നൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിൻ്റെ പിന്നാലെ പോയ കാരണം എനിക്ക് ബാക്കിയുള്ള വീഡിയോസോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നു ശരിക്കും രസമെന്ന് തോന്നി എനിക്ക് കാണിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാനിതിൻ്റെ ഇടയിൽ മീനിൻ്റെ അരപ്പൊക്കെ ഒന്ന് ചേർത്തിട്ട് മീൻ കറിക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്ന സ്പെഷ്യൽ സാമ്പാർ, പിന്നെ അയക്കൂറ ആയിരുന്നു കേട്ടോ മീൻ കറി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ മീനൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇതാ അയക്കൂറ കഷ്ണങ്ങൾ. അപ്പോൾ ഇതാ മീൻ കറിയും സാമ്പാറും ചെമ്മീൻ റോസ്റ്റും ആവോലി ഫ്രൈ, ക്യാബേജ് തോരൻ, പിന്നെ പപ്പടം പൊരിച്ചത്, അച്ചാർ, ഇതൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്.
ഇത് ഉച്ചയ്ക്ക് ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കും രാത്രി ആകുമ്പോഴത്തേനും പിന്നെ അവരും ഫുഡ് കഴിക്കാനുണ്ടാവും. അപ്പം അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാതും. അപ്പോൾ ഇതിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഫ്രഷായി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. അതായത് ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അതായത് 2 മിനിറ്റ് 3 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ബീച്ചിലേക്ക്. അപ്പോൾ ഞാനൊക്കെയും കൂടിയിട്ട് ചുമ്മാ ഒന്നിങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് റൗണ്ട് അടിച്ച് വരാമെന്ന് വിചാരിച്ച് വണ്ടിയൊക്കെ എടുത്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല അവിടെ. ഇവർക്ക് ഇതൊക്കെ കണ്ട് മതിയെന്നുള്ളത്. നമുക്കൊക്കെയാണല്ലോ ഇതൊക്കെ കാണുമ്പോൾ ഒരു നമുക്കാണിത് വൈബ്. അവർക്കിത് എന്നും കാണുന്നതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് വൈബൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മോൾക്ക് മുന്നേ ഭയങ്കര പേടിയായിരുന്നു വെള്ളത്തിലിറങ്ങാൻ. പക്ഷെ ഇപ്രാവശ്യം കൊണ്ടുപോയപ്പോൾ അവൾ എന്നെ വലിച്ചുകൊണ്ട് പോയിരുന്നു, വായോ എന്ന് പറഞ്ഞിട്ട്. എനിക്കായിരുന്നു ഭയങ്കര പേടിയുണ്ടായിരുന്നത്. വെള്ളത്തിലിറങ്ങണ പരിപാടി കുറച്ച് അങ്ങനെയാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പോയി നിന്നിട്ട് കാലൊക്കെ ഒന്ന് നനച്ചിങ്ങനെ പോന്നു. എത്രയായാലും ആ ഒരു തിരമാല അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു പേടിയാണ്. വലുതായിട്ട് എങ്ങാനും വന്നിട്ട് നമ്മളെയും കൊണ്ട് പോവോ അങ്ങനത്തെ ഒക്കെ ഒരു വിചാരമാണ് എനിക്ക്. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവളായിട്ട് അവിടെ നിന്ന് കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുണ്ടായത് കേട്ടോ. പിന്നെ വെച്ചാൽ കടൽ ഭയങ്കര ശാന്തമായിരുന്നു, വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ നിന്ന് എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു രസമാണ് കേട്ടോ. ചീറിയിട്ടൊക്കെ ആയിട്ട് നമുക്ക് വെള്ളം വരുമ്പോഴും മേത്താകുമ്പോഴൊക്കെ നമുക്കൊരു സൗണ്ട് ഉണ്ടാക്കലുണ്ടല്ലോ, അങ്ങനെ സ്വാഭാവികം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി. പിന്നെ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഇക്കാക്ക് ഓൾമോസ്റ്റ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നല്ല പരിചയമായിരിക്കണം. മുന്നേ വന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് പോയിട്ടൊക്കെ ആയിട്ട് ആൾക്ക് ഭയങ്കര പരിചയമായി. അപ്പോൾ ഇവിടുത്തെ മിൽമയിൽ പോയിട്ട് നമ്മൾ ചായ കുടിക്കും. അവിടെ മിൽമ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കണേ. അപ്പോൾ മിൽമ പ്രൊഡക്ട്സ് ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ ചായയും സ്നാക്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. ചായ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ വാങ്ങിച്ച് പിന്നെ ഒരു ഷവർമ്മ റോള് വാങ്ങിയിട്ടുണ്ടായിരുന്നു മോൾക്ക്, അതും വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ചുമ്മാ അവിടെ ഇങ്ങനെ നിന്നപ്പം ചായ ഉണ്ടാക്കണമൊക്കെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ സമൂസയും ഷവർമ്മ റോളും അങ്ങനെയൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോവുക ചെയ്തത് കേട്ടോ. അപ്പോൾ 2-3 ഐറ്റംസൊക്കെ അങ്ങനെ കഴിച്ചു. പിന്നെ ഒത്തിരി പേരുള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും അങ്ങനെ മടി പിടിച്ചിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാതും. അവിടുന്ന് നേരെ വീട്ടിലെത്തിയപ്പോൾ താത്ത നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ കുറച്ച് നെയ്ച്ചോറും കൂടി വെക്കാം. പിന്നെ ഞണ്ട് റോസ്റ്റും വെച്ചിട്ടുണ്ടായിരുന്നു അവർ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും കൂടിയിട്ടാണ് ഈ വക പ്രിപ്പറേഷൻസൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വേഗം പോയി വീഡിയോ എടുത്ത സംഭവം. നെയ്ച്ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സിമ്പിളായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല, നമ്മൾ ഉള്ളിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് സ്പൈസസ്, ഓയിൽ, RKG, ഉപ്പിടുക, വെള്ളം ഒഴിക്കുക, അരി ഇടുക, വേവിക്കുക, ഇത്രയേ ഉള്ളൂ. പക്ഷെ അതിന് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു നെയ്ച്ചോറ് സിമ്പിളായിട്ട്. അപ്പോൾ താത്താൻ്റെ മോനാണ്, അപ്പോൾ അവനാണ് കുക്ക് ചെയ്യണമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ് കേട്ടോ. അത് നല്ല രസമാണ്, എല്ലാവരും ഭയങ്കര വൈബാണ് കേട്ടോ അവിടെ ഉള്ളവർ, മാഷാഅല്ലാ. അപ്പോൾ നമ്മളിതാ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയ ഷോർട്ട് പോലെയൊക്കെ വീഡിയോ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ താത്താൻ്റെ മോളുടെ മാരേജ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ണൂർ സൈഡ് എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ വീട്ടിലായിരിക്കും പിന്നെ അവർ സ്റ്റേ ഉണ്ടാവുക. പൊതുവെ എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണ് തോന്നുന്നു കണ്ണൂർ ആ സൈഡിൽ. ഇപ്പം നമ്മൾ പൊന്നാനി സൈഡിലൊക്കെ ഉണ്ടല്ലോ, അതേപോലൊക്കെ തന്നെയാണ് ഇവിടെ. അപ്പോൾ അവളുടെ ഹസ്ബൻഡും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല നല്ല ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ പൊതുവേ ഒട്ടുമിക്കുള്ള ദിവസങ്ങളിലൊക്കെ ആൾക്ക് ഇങ്ങനത്തെ ഗീ റൈസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് താത്ത ഇങ്ങനെ ഉണ്ടാക്കും എന്നാണ് പറയാറുള്ളത് കേട്ടോ, പറഞ്ഞു വന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇവർക്ക് നമ്മളെ പോലെയല്ല, അവർ ഫുൾ ഫുഡിൻ്റെ ആൾക്കാരാണ്. ഫുഡ് കഴിഞ്ഞിട്ട് അവർക്ക് വേറെ എന്ത് പരിപാടിയുള്ളൂ എന്ന് വെച്ചാൽ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. എനിക്ക് തോന്നുന്നു അതാണ് ഞാനും ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് വരുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോവുക, നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് ധരിക്കുക. അത് ഹൈ കോസ്റ്റിലല്ല പറയുന്നത്, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ. കാരണം നമ്മൾ ഇന്നോ നാളെ നമുക്കറിയുന്ന കാര്യങ്ങളല്ല, നമ്മൾ ഇന്ന് നല്ലതായിട്ട് ജീവിക്കുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക, നമുക്ക് കയ്യിലുള്ളതിനനുസരിച്ച് നമ്മൾ എൻജോയ് ചെയ്ത് നടക്കുക എന്നുള്ളത്. നമ്മൾ കൂടുതലും നമ്മുടെ ബാധ്യതകളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് എന്നുവെച്ചാൽ നമ്മൾ അടിച്ചു പൊളിച്ചിട്ട് പിന്നെ നമുക്കൊരു ബാധ്യത അതല്ല ഉദ്ദേശിക്കുന്നത്, നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്ത് വരുന്നത് കേട്ടോ. കാര്യം മുന്നൊക്കെ എനിക്ക് ഭയങ്കര പിശുക്കുതരമായിരുന്നു. അയ്യോ എന്തിനാ പൈസ ചിലവാക്കണം, അല്ലെങ്കിൽ എന്തിനാ അത്ര കോസ്റ്റ്ലി ഡ്രസ്സ് എടുക്കണം, അങ്ങനെയൊക്കെ ചിന്തിച്ച് നടന്നിരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ലോക്കൽ അത്ര മതിയല്ലോ ഒന്ന് വിചാരിച്ച് നടന്നിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇന്നിപ്പോൾ ഭയങ്കര ഹൈ ആയിട്ട് നടക്കുകയാണോ അങ്ങനെയില്ല. പക്ഷെ
നമുക്ക് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് നല്ല രീതിക്ക് ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ വരുന്നു. അതൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ മടിച്ചിരുന്നിട്ട് ഒന്നും നല്ലപോലെ കഴിക്കാണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അധ്വാനിക്കുക, നല്ല ഇതേപോലെ നല്ല വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, നമ്മൾ ഫാമിലി ആയിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതാ ഇവരുണ്ടാക്കിയതാണ് കേട്ടോ. ഞങ്ങൾ ബീച്ചിൽ പോയപ്പോൾ അവരെല്ലാവരും കൂടി ഉണ്ടാക്കിയാണ് ഞണ്ട് റോസ്റ്റ്, ക്രാബ് റോസ്റ്റ്. ഞാനത് ട്രൈ ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനത്തെ ഒന്നും ഭയങ്കര അധികം ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് പേരൊക്കെ ഇങ്ങനെ സംസാരിച്ച് കുട്ടികളുടെ പരിപാടിയൊക്കെ ആയിട്ടിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കണ്ണൂരത്തെ വിശേഷങ്ങൾ, ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ പുതിയൊരു ഇയർ ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഉള്ളത് കൊണ്ട് എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.